ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് ഇന്ന് ആക്സിലറേഷൻസിനെ കുറിച്ചിട്ട് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ആക്സിലറേഷൻ? അതായത് ഓസിലറേഷൻ എന്ന് പറയുന്നത് ഒരു ഓബ്ജക്റ്റിൻ്റെ ചേഞ്ച് ഓഫ് വെലോസിറ്റി കേട്ടോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ടൈം, ഇതിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അത് സ്പീഡിലി ഇൻക്രീസ് ആകാം, സ്പീഡിലി ഡിക്രീസ് ആകാം, അല്ലെങ്കിൽ ഡയറക്ഷൻസ് വന്നിട്ട് ചേഞ്ചസ് ആകാം. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വെലോസിറ്റി ചേഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്കും ആ വെലോസിറ്റി ചേഞ്ചസിനെയാണ് നമുക്കിവിടെ ആക്സിലറേഷൻസ് എന്ന് വന്നിട്ട് നമ്മൾ പറയണത്. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്ന ഒരു ഡിവൈസിൻ്റെ പേരാണ് ആക്സിലറോമീറ്റർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആക്സിലറോമീറ്റർ എന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ്. എന്താണ് പ്രോപ്പർ ഓസിലേഷൻസ് ഒരു ഓബ്ജക്റ്റിൻ്റെ ആക്സിലറേഷന് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസിൻ്റെ പേരാണ് ആക്സിലറോമീറ്റർ എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്സിലറോമീറ്റേഴ്സ് ഉണ്ട്. അതിൽ ഒരു 3 ടൈപ്പ് നമുക്ക് ഇവിടെ നോക്കാം. സിമ്പിൾ ടൈപ്പാണ്, കൺസ്ട്രക്ഷൻ വർക്കിംഗ് അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആക്സിലറോമീറ്ററിൻ്റെ എക്സ്പ്ലനേഷൻ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്സിലറോമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും ടൈപ്സ് ഓഫ് ആക്സിലറോമീറ്ററിൽ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 3 ടൈപ്പാണ്. പൊട്ടൻഷ്യോമെട്രിക് ആക്സിലറോമീറ്റർ, LVDT ആക്സിലറോമീറ്റർ, പീസോ ഇലക്ട്രിക് ആക്സിലറോമീറ്റർ. ഫസ്റ്റ് വൺ നമുക്ക് പൊട്ടൻഷ്യോമെട്രിക് ആക്സിലറോമീറ്റർ നമുക്ക് എന്താണെന്ന് നോക്കാം.